ലോകത്തിന് മുന്നിൽ കരയുന്ന അമേരിക്കയാണ് കാണാൻ കഴിയുന്നത്. അമേരിക്ക കരയുമ്പോൾ ഇസ്രയേൽ ചിരിക്കുന്നു. എന്തായിരിക്കും അല്ലേ? അതായത് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ പുറത്തു വരികയാണ്. അവർക്കിടയിൽ ചെറിയൊരു ഭിന്നത ഉണ്ടാകുകയാണ്. പക്ഷെ ഇതെല്ലാം നടക്കുമ്പോൾ ഈ പോരാട്ട വീര്യത്തിന്റെ അത്യുന്നതയിൽ ഇരിക്കുന്ന ഇറാനെയാണ് കാണാൻ സാധിക്കുന്നത്. യാതൊരു തരത്തിലും തകർക്കപ്പെട്ടിട്ടില്ല. അവരെ തകർക്കാൻ സാധിക്കില്ല. അവരിനി ആരുടെ മുന്നിലും മുട്ടുമടക്കില്ല, തല കുനിക്കില്ല എന്ന അവരുടെ നിലപാട് വ്യക്തമാക്കി പ്രവർത്തകരിലും ആ ഒരു നിലപാടുകൾ സ്വീകരിച്ച് ഇറാൻ ഇന്ന് വലിയൊരു പോരാട്ട വീര്യത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയ പ്രഹരം ഉണ്ടായിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ പോലും വലിയൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിലപാടുകൾ ഒരുപാട് പറയുന്ന ഒരു ട്രംപ് അവിടെ ഉള്ളതിനാൽ തന്നെ അമേരിക്കയുടെ അവസ്ഥ അതികഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇസ്രയേലിലാകട്ടെ, ഇസ്രയേലിന്റെ കഷ്ടങ്ങളും അതുപോലെ തന്നെയാണ്. നാനാഭാഗത്തും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും വൈരാഗ്യം കൂടുന്ന നെതന്യാഹുവിനെയാണ് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ മറുഭാഗത്ത് നെതന്യാഹു അത് കൂട്ടാൻ ഒരുങ്ങുന്നു. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഇവർക്കിടയിലേക്ക് വലിയ പ്രഹരം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ ഈ പശ്ചിമേഷ്യ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു, ലോകം സ്തംഭിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. കാരണം ചങ്ങാതിയും ഒരുമിച്ച് വന്നൊരു യുദ്ധം നടത്തിയിട്ട് ഇപ്പോൾ അവർക്കിടയിൽ ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. അതായത് ട്രംപ് പറയുന്ന ചില നിലപാടുകൾ ഈ പറയുന്ന ഇസ്രയേലിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതാണ് ഒന്നാമത്തെ ഒരു ചെറിയൊരു അസ്വാരസ്യങ്ങൾക്ക് തുടക്കം വെച്ചിരിക്കുന്നത്. ഇനി അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയാം. ട്രംപിന്റെ നിലപാട് എന്ന് പറയുന്നത്, ട്രംപിന് ഈ പറയുന്നത് പോലെ തന്നെ എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് തൽക്കാലമുള്ളത്. ആ ചിന്തകൾക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം യുദ്ധം നിർത്തുവാണെന്ന് പറയുകയാണെങ്കിൽ മറുവശത്ത് പറയും ഞങ്ങൾ ഇനിയും ചെയ്യും, ഇനിയും ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ, ആക്രമണം നടത്തും എന്നുള്ള രീതിയിൽ ട്രംപ് പറയുകയാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്ന ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം അവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് വരുന്നു. എത്ര പൊള്ളയായിട്ടുള്ള വാക്കുകളാണ് ട്രംപ് പറയുന്നത്. അതായത് ട്രംപിന്റെ മാനസിക നില തെറ്റി. അത് നെതന്യാഹുവിന് മനസ്സിലായിട്ടുണ്ട്. നെതന്യാഹു പക്ഷേ ഈ പറയുന്നത് പോലെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഈ യുദ്ധം നടക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ പ്രഹരത്തിലാകുന്നത് അമേരിക്കയ്ക്കാണ്. കാരണം അമേരിക്കയുടെ സാമ്പത്തിക നഷ്ടം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ ഈ നെതന്യാഹുവിനെതിരെ തിരിയുന്നത് നാളെ ഒരു സമയത്ത് നെതന്യാഹുവിന്റെ കസേര തെറിക്കാനുള്ള ഒരു സാഹചര്യമാകും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ ട്രംപ് വലിയ രീതിയിലുള്ള വെല്ലുവിളി നേരിടുകയാണ്. കാരണം ഈ ഇസ്രയേലും കൂടി ഈ ഒരു യുദ്ധം ഘടിപ്പിച്ചപ്പോൾ ട്രംപിനൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ജനം അവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രംപിന്റെ കസേര ഏത് നിമിഷവും തെറിക്കാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യമൊക്കെ ട്രംപിന് മനസ്സിലായി. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പം 5 ദിവസം ആക്രമണം നിർത്താം, 10 ദിവസം നിർത്തിവെക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിർണായക വഴിത്തിരിവായിട്ട് ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും വൈദ്യുതി നിലയങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ 10 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ്. ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ട്രംപിന് ഇനിയും ഉപരോധ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഈ സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ വലിയ പ്രശ്നത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അതൊന്ന് തെളിയിക്കാൻ വേണ്ടി 10 ദിവസവും കൂടി വേണം എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെടുന്നത്. സത്യത്തിൽ ട്രംപാണ് ഇറാന്റെ മുന്നിൽ മുട്ടുകുത്തിയത്. കാരണം ഈ 10 ദിവസം എന്തുകൊണ്ടാണ് അമേരിക്ക ഇടവേള ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ ഇനി ഒന്നുമില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇനി വേണം. അതിന് ഒരു 10 ദിവസത്തെ സമയം വേണം. ഏതായാലും ഇറാൻ സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെന്നും ചർച്ചകളിൽ പുരോഗതി ഉള്ളതായിട്ടും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അവകാശപ്പെടുകയാണ്. ട്രംപ് അങ്ങ് പറയുകയാണ് ചർച്ച നടത്തി, അവരൊക്കെ എല്ലാം ഓക്കെ പറഞ്ഞെന്ന്. പക്ഷേ നോക്കിക്കേ, ട്രംപ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി. പക്ഷെ ട്രംപ് തിരിച്ചടിച്ചില്ല. എന്തുകൊണ്ടാണ്? ട്രംപിന്റെ സർവ്വ സാധനങ്ങളും നഷ്ടപ്പെട്ടു. ട്രംപിന്റെ കയ്യിൽ ഇനി ഒന്നുമില്ല. വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന ട്രംപിനെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 10 ദിവസത്തെ അവധി വീണ്ടും ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന് ട്രംപ് 48 മണിക്കൂർ അന്ത്യശാസനം നൽകിയിരുന്നു. അത് പിന്നീട് വെള്ളത്തിൽ വരച്ച വര പോലെയായി. എന്നാൽ നിലവിൽ ചർച്ചകൾ ശരിയായ ദിശയിലാണെന്നും സമാധാന കരാറിലെത്താൻ സാധിക്കുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ പ്രതീക്ഷ. ഇത്
ട്രംപിന്റെ പ്രതീക്ഷയാണ്, ട്രംപിന് ആഗ്രഹമുള്ള പ്രതീക്ഷയല്ല, ട്രംപ് ആഗ്രഹിക്കുന്നത് ഇതൊരു സമാധാനത്തിലെത്തി ഇതൊന്ന് നിർത്താനാണ്. കാരണം ഇപ്പൊ അധികാരമോഹങ്ങളും കസേരയും സമ്പത്തും എല്ലാം പോയി. ഇപ്പം എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് നിർത്തിയാൽ മതി എന്നുള്ള മാനസിക നില മാത്രമേ ട്രംപിനുള്ളൂ. എന്തായാലും ഈ 10 ദിവസത്തെ ഇടവേള ആഗോള എണ്ണ വിപണിയിലെ ആശങ്കകൾ പരിഹരിക്കാനും നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകും എന്നുള്ളതാണ് ട്രംപിന്റെ മറ്റൊരു കാര്യം. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് മേഖലയിലേക്ക് 10,000 അധിക കരസേനയെ വിന്യസിക്കുന്നതിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൗരവപരമായിട്ട് തന്നെ ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമേരിക്കൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അൽ ജസീറയാണ് ഈ വിവരം പുറത്തുവിട്ടത്. എന്തായാലും മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന്റെ ഭാഗമായിട്ടാണ് സൈനികരെ വിന്യസിക്കുമെന്നുള്ള പ്രാഥമിക സൂചനകളൊക്കെ വരുന്നത്. ഇറാനുമായിട്ട് അമേരിക്ക തുടർച്ചയായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഇത്തരം ഒരു സൈനിക നീക്കത്തിനുള്ള സാധ്യത തെളിയുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ പ്രതിരോധിക്കുന്നതിനും സഖ്യകക്ഷികൾക്ക് ആത്മവിശ്വാസം നൽകുന്നതിനും ഈ ഒരു അധിക സൈനിക വിന്യാസം സഹായിക്കുമെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു നീക്കം നയതന്ത്ര തലത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. അതേസമയം തന്നെ സൈനിക വിന്യാസം സംബന്ധിച്ച് വൈറ്റ് ഹൗസ് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. പ്രതിരോധ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തിയ ശേഷമേ അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നതാണ് സൂചന. എന്തായാലും മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒരു നീക്കം മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം. ഇനി ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായിട്ടും തകർന്നുവെന്നും അമേരിക്കയുമായിട്ട് സമാധാന കരാറിലെത്താൻ അവർക്ക് മുന്നിൽ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വീണ്ടും അടുത്ത നിലപാട് മാറ്റി പറയുകയാണ്. അതായത് നിലപാടിന്റെ രാജകുമാരൻ. ആദ്യം എന്താ 10 ദിവസം എന്ന് പറഞ്ഞു യുദ്ധം നിർത്തുക. ഇപ്പൊ നോക്കിക്കേ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇറാൻ അവിടെ തോറ്റു, തങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കി എന്നാണ് പറയുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇറാൻ ഭരണകൂടത്തിന് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. താൻ മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ അടങ്ങിയ പദ്ധതി ഇറാൻ തള്ളിക്കളഞ്ഞതിന് പിന്നാലെയാണ് വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭീഷണിയുമായിട്ട് ട്രംപ് രംഗത്തെത്തുന്നത്. ഇത് ഒക്കെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വെറുതെ പറയുന്നതാണ്. കാരണം ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു സമയത്ത് ട്രംപിന് ആക്രമണം നടത്തിക്കൂടെ, എന്തിന് 10 ദിവസം അവധി വീണ്ടും ചോദിച്ചിരിക്കുന്നു. അതാണ് ട്രംപിന് ഏകദേശം കാര്യങ്ങളൊക്കെ കൈവിട്ടെന്ന് മനസ്സിലായി. പക്ഷേ നാട്ടുകാരുടെ മുന്നിലും ലോകത്തിനു മുന്നിലും രാജ്യത്തിനു മുന്നിലും ഒന്നും നാണം കെടാൻ വയ്യാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ പറയുന്നത്. എന്തായാലും ഇറാൻ സൈനികമായിട്ട് തകർന്നടിഞ്ഞ അവസ്ഥയിലാണെന്നും ഇനിയൊരു തിരിച്ചുവരവ് അവർക്ക് സാധ്യമല്ലെന്നും ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാവുന്നുണ്ട്. ഇറാനിയൻ ഭരണകൂടത്തെ വിചിത്രർ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അവർ പുറമെ നിഷേധം നടിക്കുമ്പോഴും ആന്തരികമായിട്ട് കരാറിനായിട്ട് അമേരിക്കയ്ക്ക് മുന്നിൽ യാചിക്കുകയാണെന്നാണ് ട്രംപ് പരിഹസിക്കുന്നത്. അതാരാണെന്ന് കണ്ടതാണ്. ഈ യുദ്ധം നടന്നിട്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ഒരു ഇറാനെ നമ്മൾ കണ്ടു. പക്ഷേ ഇന്ന് ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കൻ നിർദ്ദേശങ്ങൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഇറാന്റെ പ്രസ്താവന തെറ്റാണെന്നും യാഥാർത്ഥ്യം മറ്റൊന്നുമാണെന്നുമാണ് ട്രംപിന്റെ വാദം. ഒരുപാട് വൈകുന്നതിന് മുമ്പ് ചർച്ചകളിൽ ഇറാൻ ഗൗരവം കാണിക്കണമെന്നും അല്ലാത്ത പക്ഷം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭയാനകമായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയാണ്. ഒരിക്കൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്തിരിയാനാവില്ല എന്നും അതൊട്ടും നല്ലതായിരിക്കില്ല എന്ന താക്കീതോടെയാണ് ട്രംപ് കുറിപ്പ് അവസാനിപ്പിച്ചത്. ട്രംപ് ഈ കുറിപ്പ് നടത്തുമ്പോൾ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ കൂടെ നിൽക്കുന്ന റഷ്യ രംഗത്ത് വരും. റഷ്യ വന്നു കഴിഞ്ഞാൽ ചൈന വരും, ഉത്തര കൊറിയ വരും. ഇപ്പോൾ അമേരിക്കയെ വിറപ്പിക്കുന്നത് ഉത്തര കൊറിയയും കൂടിയാണ്. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യം ഉത്തര കൊറിയ കാത്തിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെ അമേരിക്കയെ പൂട്ടാം എന്നുള്ള ഒരു ആലോചനയും കൂടി ഉത്തര കൊറിയക്കുണ്ട്. അപ്പം ആ ഒരു നീക്കത്തിൽ ഉത്തര കൊറിയയും കൂടി രംഗത്തെത്തുമ്പോൾ അമേരിക്കയുടെ അന്ത്യം ഏകദേശം അടുത്തു എന്ന് വേണം പറയാൻ. എന്തായാലും ഇസ്രായേലും അമേരിക്കയും തങ്ങൾക്കെതിരായി നടത്തുന്ന സംഘർഷങ്ങൾക്കിടെ ഹോർമുസ് കടലിടുക്കിന് ചുറ്റും സൈനിക സമ്മർദ്ദം വർദ്ധിച്ചാൽ അപ്രതീക്ഷ നീക്കങ്ങൾ നടത്തുമെന്ന് മുന്നറിയിപ്പുമായിട്ട് ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി ആക്രമണവും പ്രകോപനവും തുടർന്നാൽ ബാബ് അൽ മൻദേബ് കടലിടുക്ക് തടയുമെന്നതാണ് ഇറാന്റെ അടുത്ത മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇരുട്ടിലാവും, ലോകം മൊത്തത്തിൽ ഇരുട്ടിലാക്കുന്ന സാഹചര്യത്തിലേക്ക് ഇറാന്റെ നിലപാടുകൾ പോയി കഴിഞ്ഞാൽ അമേരിക്ക മുട്ടുമടക്കി ഈ പറയുന്ന യുദ്ധത്തിൽ പിന്മാറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഈ പൊള്ളയായ വാദങ്ങളൊക്കെ പൊളിയും. അതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കോ, ഒരു ദിവസം നമ്മൾ പത്രം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ TV ന്യൂസ് ചാനൽ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് പറയുന്നതല്ല ട്രംപ് അടുത്ത ദിവസം പറയുന്നത്. കാരണം ട്രംപിന്റെ നിലപാടുകൾ മാറി മാറിക്കൊണ്ടിരിക്കും. ഇതിൽ ഏതാണ് ജനം വിശ്വസിക്കേണ്ടത്, ഇതിൽ ഏതാണ് ഇറാൻ വിശ്വസിക്കേണ്ടത്
മനസ്സിലാക്കേണ്ടത്? ഇതിലെ എന്ത് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടതെന്ന് പോലും ആർക്കും അറിയില്ല. കാരണം അമ്മാതിരി നിലപാടുകളാണ് ഈ പറയുന്ന ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഇത് ആഗോള ഷിപ്പിംഗ് പാതകളിൽ വലിയ തടസ്സങ്ങൾക്ക് കാരണമാകുമെന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. തസ്നീം വാർത്താ ഏജൻസിയായ ഉദ്ധരിച്ച് സൈനിക വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത്. ശത്രുക്കൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന പുതിയ മുന്നണികൾ തുറക്കാൻ ഇറാന് കഴിയുമെന്നത് ഒരു സൈനിക സ്രോതസ് തസ്നീമിനോട് പറഞ്ഞിരിക്കുകയാണ്. തെക്കൻ ഇറാനിയൻ ശത്രു പ്രകോപനപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ അല്ലെങ്കിൽ തീരുമാനിച്ചാൽ അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നണികൾ തുറക്കാൻ സാധ്യതയുണ്ട് എന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ മഹാസമുദ്രത്തെയും ചെങ്കടലുമായും സൂയസ് കനാലുമായിട്ടും ബന്ധിപ്പിക്കുന്ന ജലപാതയായിട്ടുള്ള ബാബ് അൽ മഡ്ഡേബ് കടലിടുക്ക് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഘടകമായിട്ട് വളർന്നു വരുമെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. അതിനെതിരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഭീഷണി ഉയർത്താനുള്ള ഇച്ഛാശക്തിയും കഴിവും ഇറാനുണ്ട്. സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇനി ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്ക ഏർപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതൊരു നടപടിയും മറ്റ് സമുദ്രപാതകളിൽ പ്രതികാരപരമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ലോക രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നതിന്റെ കാര്യം വ്യക്തമായി. ഇനി കുറച്ച് സ്ഥലങ്ങളും കൂടി അല്ലെങ്കിൽ കുറച്ച് പാതകൂടി അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ മരുന്ന് കിട്ടാതാവും, ജനങ്ങൾക്ക് ഫുഡ്, അവർക്ക് ഭക്ഷണം, പറയുന്നത് പോലെ തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇല്ലാതാകും. ഈ പറയുന്ന ക്രൂഡ് ഓയിൽ, എണ്ണ, അതുപോലെ തന്നെ വാതക പാചക സിലിണ്ടറുകൾ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ജനം നേരിടും. ആ ഒരു പ്രതിസന്ധിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ ലോകം മൊത്തം ഇരുട്ടിലാകും എന്നതിൽ സംശയമില്ല. കാരണം ഈ വൈദ്യുതി അതിലെ വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്തായാലും ഒരു കര ആക്രമണം നടത്തുന്ന പക്ഷം ചെങ്കടലിലെ ഷിപ്പിംഗ് വഴികൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ സൂചിപ്പിച്ചു. ആഗോള വ്യാപാരത്തിന് നിർണായകമായിട്ടുള്ള ഒന്നിലധികം വ്യാപാര പാതകളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഇത് വ്യക്തമാക്കുന്നത്. ടെഹ്റാൻ നിലവിലെ സംഭവവികാസങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും തെക്കൻ ഇറാനിലോ സമീപ ജലാശയങ്ങളിലോ ശത്രുക്കൾ സൈനിക നടപടിക്ക് ശ്രമിച്ചാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ തയ്യാറാണെന്നും ഇറാൻ അവർക്കൊരു താക്കീത് നൽകുകയാണ്. ശത്രുവിന്റെ മുന്നണിയുടെ തയ്യാറെടുപ്പുകളും സംഭവവികാസങ്ങളും ഞങ്ങൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞു. അതിനനുസരിച്ച് ഞങ്ങൾ ഇരട്ടി പ്രഹരം അവർക്ക് കൊടുക്കും, ഇനിയും ജലപാതകൾ അടച്ചിടുമെന്നുള്ള ഒരു വെല്ലുവിളി കൂടി നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഇത്തരം വെല്ലുവിളികൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇസ്രായേലും അമേരിക്കയും തന്നെയാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി എടുത്തുചാട്ടം കൂടുതലായതുകൊണ്ട് അമേരിക്ക ഒരു പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കാരണം അമേരിക്ക ഇപ്പൊ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. 5 ദിവസം വെടിനിർത്തൽ എന്ന് പറഞ്ഞ സമയത്ത് അമേരിക്ക ഏകപക്ഷീയമായിട്ട് ആ തീരുമാനം എടുത്തപ്പോൾ ഇറാന്റെ അടുത്തേക്ക് ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ ആക്രമണം ഉണ്ടായതിനു ശേഷം വല്ലാതെ അമേരിക്ക പേടിച്ചു. അന്നേരം അമേരിക്ക വന്ന് വീണ്ടും ഈ പറയുന്ന ഇസ്രായേലിനോട് പറഞ്ഞു, ഇനി ഈ യുദ്ധം ഒന്നും നിർത്തിവെക്കണം 5 ദിവസത്തേക്ക് എന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് അത് നിർത്തിവെക്കാനുള്ള ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം ഇസ്രായേലിന് പ്രതികാരപാകി ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി. പക്ഷെ ഇപ്പോൾ 10 ദിവസം വീണ്ടും യുദ്ധം വെക്കണം എന്ന് ട്രംപ് പറയുമ്പോഴും അതിന് വിപരീതമായിട്ടാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ടാകുന്ന മറുപടി എന്ന് പറയുന്നത്. എന്തായാലും വലിയൊരു പ്രശ്നത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. അത് ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ പറയുന്നത് പോലെ തന്നെ ടെലവീവിലൊക്കെ നിരന്തരം ഇറാൻ മിസൈലുകൾ വന്ന് പതിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ വീടുകൾ വിട്ടുമാറാനും അവിടെ എത്രയോ കെട്ടിടങ്ങൾ അവിടെ തകർന്നടിഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പൊ ഈ വീണ്ടും ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഇറാന്റെ ആക്രമണം നടക്കുമ്പോൾ അവിടെ ജനജീവിതം വളരെയധികം ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു ആശങ്കകളൊക്കെ വർദ്ധിപ്പിച്ച് അടിക്ക് തിരിച്ചടി എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉള്ളത്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്ക പറയുന്ന ഒരു വെല്ലുവിളികൾക്കോ അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന പൊള്ളയ വാദങ്ങൾക്കോ ഇറാൻ നിന്നു കൊടുക്കുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ രക്തസാക്ഷികൾക്ക് പകരം ചോദിക്കുക, അവരുടെ രാജ്യം വീണ്ടെടുക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിൽ വന്നാലും അവരതിനെ ആ ഒരു വഴിയിൽ തന്നെ, ആ ഒരു മാർഗം വഴി തന്നെ സ്വീകരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ എന്തായാലും ഉടനെയൊന്നും ഈ പറയുന്ന യുദ്ധം ഇറാന്റെ ഭാഗത്തു നിന്ന് നിർത്താനുള്ള സാഹചര്യം ഇല്ല എന്നതാണ്. ഇതിനിടയിൽ തന്നെ
വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇനി റഷ്യയും കൂടി വരുമ്പോഴാണ്. റഷ്യയും ഉത്തര കൊറിയയും ചൈനയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരും കൂടി വരുമ്പോഴത്തേക്കും ഈ യുദ്ധത്തിന്റെ ആഘാതം കുറച്ചുകൂടി കൂടും. ഇപ്പോൾ റഷ്യ വഴി സഹായങ്ങൾ എത്തുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോഴും അത് ഇറാനെ ഒരു കരുത്തിന്റെ ഭാഗമാണ്. അത് അമേരിക്ക വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇസ്രായേൽ ഇപ്പോഴും യുദ്ധം ആരംഭിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം തൊടുത്തുവിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കണം എന്നതാണ് ആഗ്രഹിക്കുന്നത്. എങ്കിൽ പോലും ഈ ട്രംപ് പറയുന്നത് ഇറാന് തങ്ങളോട് കാല് പിടിക്കുന്നു എന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. സത്യത്തിൽ ഈ പറയുന്ന അമേരിക്കയ്ക്കാണ് ഏറ്റവും പ്രഹരം. കാരണം അവിടുത്തെ ജനങ്ങൾ ഏകദേശം അവരുടെ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞു, നിലപാട് ഇങ്ങനെ കള്ളം പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് ഈ ട്രംപ്. മാത്രമല്ല പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുന്നില്ല, ഇറാന്റെ മുന്നിൽ ഏകദേശം മുട്ടുമടക്കി എന്ന് അവിടുത്തെ മാധ്യമങ്ങളും ജനങ്ങളും പറയുമ്പോൾ അത് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടിയിൽ വലിയ നഷ്ടം ഉണ്ടായിരിക്കുകയാണ് അമേരിക്കയ്ക്ക്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള അതിയായ മോഹം അമേരിക്കയ്ക്ക് മാത്രമാണുള്ളത്.